അൽഹംദുലില്ലാ. അങ്ങനെ ഇന്ന് ആൻറ്റി വരാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻറ്റി എന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെ പെങ്ങൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോയി. അവർ ഇന്ന് രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പം അവിടെ ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7:30 ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 7 ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് മുന്നേക്കോ ബാക്കോ ആവാതെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അത്യാവശ്യം കഴിഞ്ഞൊരു 7:45 ആയപ്പോഴാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഈ വരുന്നൊരു പിങ്ക് പർദ്ദയില്ലേ അതാണ്. പിന്നെ ആൻറ്റീൻ്റെ 2 കുട്ടികളാണ് കേട്ടോ. ഒന്ന് ഫിലും അതുപോലെ ഇനുവാണ്. അങ്ങനെ ഞങ്ങൾ അവളെ എടുത്ത് ആദ്യമൊക്കെ എടുത്തപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ അതുപോലെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിനുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഫാമിലിയിൽ 7 കുട്ടികളായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കൂടി കൂട്ടുമ്പോൾ ഇവർ 3ആളും ഇപ്പോഴും വീണ്ടും ഒരുമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഏത് വണ്ടിയിലാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും ഒരു വണ്ടിയിൽ കൊള്ളൂല കേട്ടോ. എല്ലാവർക്കും ആണെങ്കിൽ പോരും വേണം, ഒരാളും വീട്ടിലിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ കാലിക്കറ്റ് എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. പടവൻ എന്നാണ് ടാക്സിൻ്റെ പേര്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യുക. ഉള്ളൊക്കെ നല്ല അടിപൊളി സ്പേസ് ഉള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്കിങ്ങനെ മറ്റ് സാധാ വണ്ടിയാകുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ മുകളിൽ വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഞങ്ങൾ അത്യാവശ്യം ആ കാക്കാനും കൂടി കൂട്ടിയിട്ട് 13 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 13 പേര് ഇതിൽ സുഖമായിട്ടാണ് കേട്ടോ പോയത്. ഈ ലഗേജൊക്കെ ഇറക്കി തന്നതിന് ശേഷം പിന്നെ കാക്ക പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.